കഴിയൂല എന്ന് ആണ് പറയുക. ഇപ്പം അരമണിക്കൂറായുള്ളൂ, എന്താ പറയുക, മരിച്ചെന്ന് പറഞ്ഞു. മരുന്നാണോ തന്നത്, അത് ഇഞ്ചക്ഷനാണോ തന്നത്? ആദ്യമേ അവിടുന്ന് അവര് എന്താ പറയാ, റെഫറൻസ് ചീട്ടില് ഇങ്ങോട്ടുള്ള റെഫറൻസ് ചീട്ടിൽ അവര് ഒന്നും ഇതായ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾക്കൊരു ആൻസർ ഞങ്ങൾക്ക് കണ്ടില്ല. കാരണം യൂറിൻ ഇൻഫെക്ഷൻ മാത്രമായിട്ട് പെങ്ങൾ പോയതാണ്, വീട്ടിൽ നിന്ന് പോയതാണ്, ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഏകദേശം 1 മിനിറ്റ് മുമ്പേ വരെ ഞങ്ങൾ അമ്മേനെ അളിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ടെസ്റ്റിനായിട്ട് അളിനെ സാമ്പിൾ കൊടുത്തിട്ട് സാമ്പിൾ താഴെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും കുറേ ഒരു ചേട്ടന് ഓടി വന്ന് പറഞ്ഞ് വയ്യ എന്ന് പറഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അളിയനെ ഓടി അവിടെ ചെല്ലുമ്പോൾ തീരെ ശ്വാസമില്ല, ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-3 ഡോക്ടർമാർ പറഞ്ഞു ഇതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് CPR കൊടുത്തോണ്ടിരുന്ന അവിടുന്ന് പിന്നെ ഒരു ഡോക്ടർ വന്ന് അത് ചെറിയൊരു ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല, മരുന്നാണ് കൊടുത്താന്ന് പറയുന്നത്. ഇല്ല, ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ ഉണ്ട്. ഞാൻ ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ള വോയിസ് ക്ലിപ്പ് എൻ്റെ ഉണ്ട്. പിന്നെ എങ്ങനെ ഡോക്ടർ ഇല്ല എന്ന് പറയുന്നത്? ഡോക്ടർ ഏത് ഇഞ്ചക്ഷനാ കൊടുത്തതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ ഇഞ്ചക്ഷൻ ഗ്യാസിന്റെ ഏതോ ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് പറയുന്നു. ആളില്ലാത്ത സമയത്ത് ഡോക്ടർ ഏത് ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വോയിസ് ക്ലിപ്പ് എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഈ സംഭവം കണ്ട് ഇവിടെ ഈ ദൃക്സാക്ഷിയായിട്ട് ഒരാൾ 17-ാം വാർഡിലോ 14-ാം വാർഡിലോ ഉണ്ട്. അയാൾ ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ അയാൾ എവിടെ വേണം എന്ന് പറയാം, എന്ത് വേണം, ഈ കണ്ട സംഭവങ്ങൾ അയാളുടെ സഹോദരി വന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയും കൂടി വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അറിഞ്ഞില്ല ഞാൻ ഇതിനകത്ത് എന്നിട്ട് എന്ത് മരുന്നാ കൊടുത്തെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചിട്ട് പോലും അവർ പറഞ്ഞില്ല. കിഡ്നി സ്റ്റോണായിട്ട് പോയതായിട്ടാണ് സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടും കൊണ്ടാണ് സർജറി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ പോകുന്നത്. അതെ, അങ്ങനെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജനെ കാണിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഡ്മിറ്റ് ആകൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് നോക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7 ട്രിപ്പും കൊണ്ടിട്ട് ഒരു ചുമന്ന ബോട്ടിൽ ഒരു മരുന്നും കൊണ്ടുവന്നു. ഈ ട്രിപ്പും ഒരു ഇഞ്ചക്ഷനും കൊടുത്തോളൂ, കൊച്ചിന് ശരീരം മുഴുവനും പറയുന്നത്. പക്ഷേ ചുവന്ന ബോട്ടിലെ ട്രിപ്പെന്ന് അടുത്ത് ഈ കണ്ടോണ്ടിരിക്കുന്നവർ പറയുന്നത്. ഇപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശരീരം മൊത്തവും നീല കളറും കറുത്ത കളറുമായി, വേറെ അനക്കമൊന്നുമില്ലായി. അവിടെ നിന്ന് തന്നെ നമ്മളുടെ ഇദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു. ഓടി വന്ന് നോക്കിയപ്പോഴത്തെ ജനം ഏകദേശം ഡോക്ടേഴ്സ് 10-20 ഡോക്ടേഴ്സ് നഴ്സുമാരെല്ലാം കൂടി കിടക്കണം. ഇപ്പോൾ ആ വാർഡിൽ കിടന്ന ആൾക്കാരെല്ലാം കൂടെ കൂടി നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഒരു ആംബുലൻസ് ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെ 91% അതിൻ്റെ പ്രവർത്തനമില്ല എന്നാണ് ഇവിടെ നോക്കിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാലും അവരോടൊപ്പം തന്നെ വെന്റിലേറ്റർ ഇവിടെ നല്ല സജ്ജീകരണത്തോടുള്ള ഒരു ചികിത്സയാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുവരെയും ഉള്ളത് അങ്ങനെയാണ്. പക്ഷേ ഇത് നമുക്ക് ആ നെയ്യാറ്റിൻകരയിലുണ്ടായ വീഴ്ചയാണ് ഇതിന് മുഖ്യ കാരണം. ഇന്നലെ വരെ നമുക്ക് പറഞ്ഞു ശകലം പ്രവർത്തനമുണ്ടെന്ന്. ഇന്നലെ ഇപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം അവിടെ വെച്ച് നിലച്ചു, ഇന്ന് ഹാർട്ടിൻ്റെ പ്രവർത്തനം ഇന്നലത്തോടെ നിലച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മളുടെ പറയുന്നു ഇങ്ങനെ മരണപ്പെട്ടു എന്ന് വിവരം പറയുന്നു. ഈ മരുന്ന് ലിസ്റ്റിൽ പോലും എഴുതി തന്നില്ല. എന്ത് മരുന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലുകാർ പറയുന്നത് അവിടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു മരുന്നും കൊടുത്തിട്ടില്ല തലേദിവസം പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ ഒരു മരുന്നിൻ്റെ NS എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ ഇത് എഴുതി ഞങ്ങൾക്ക് ഒരു വെള്ള പേപ്പർ എഴുതുന്നത്. അത് കഴിഞ്ഞ് പിന്നെയാണ് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ഒരാൾ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നോലെ ചെന്ന് സംസാരിക്കുമ്പോഴാണ് ഇന്നോലെ ഡോക്ടർ പറയണത് ഇഞ്ചക്ഷൻ ചെയ്ത് ഇതും ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വിടുമ്പോൾ ശരീരത്തിൽ എന്ത് മരുന്ന് കയറ്റി എന്നുള്ളത് അറിയണ്ട, ഞങ്ങൾക്ക് അറിയണ്ട. അതുപോലെ തന്നെ പെങ്ങൾ വിളിക്കുമ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ 7 ബോട്ടിൽ മരുന്ന് ഇതിനായിട്ട് വച്ചിരുന്നു, അവളുടെ കുത്താൻ വച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്നറിയാൻ ഈ 7 ബോട്ടിൽ 8 ബോട്ടിൽ മരുന്ന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹോസ്പിറ്റലുകാരോട് ചോദിക്കുന്നത്. അവർ അതിൻ്റെ പോലും ഒരു മറുപടി പറയാനോ അതെന്താണെന്ന് പറയാനോ പോലും എനിക്ക് എന്തായാലും സംശയമുണ്ട്. ഇവരെന്താ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു മരുന്ന് കയറ്റി കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിൽ ഈ ഒരു മരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഒരാൾ ഇതാകുന്നതും ഈ മരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്ത് മരുന്നാണ് കയറ്റിയെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്.